നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കല്യാണം നിശ്ചയിച്ച ദിവസം മുതൽ ഇവളെയും വിളിച്ചോണ്ടുള്ള കറക്കോ? ഇഷ്ടക്കേട് തോന്നണ്ടല്ലോ എന്ന് കരുതി മുഖം കറുത്ത് ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അവനൊരു കുഴപ്പക്കാരനായിരുന്നു മോളെ. ഇവളെ കൊണ്ടു നടന്ന് വലിയ മോഹങ്ങളൊക്കെ കൊടുത്ത് 1.5 പവന്റെ ഒരു കമ്മലുണ്ടായിരുന്നത് വാങ്ങിച്ചെടുത്തു. ഇവിടെ ഇന്ന് 4 കല്യാണമാണ് നടക്കുന്നത്. 5 പവനും 50,000 രൂപയുമാണ് ഇതിനായി കല്യാണ പെൺകുട്ടികൾക്ക് നൽകുന്നത്. ആഭരണങ്ങൾ നൽകുന്നത് സത്യാമ്മയാണ്. കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ളവർ കാരണം 4 പെൺകുട്ടികൾക്ക് ജീവിതം ഉണ്ടാവുക അതൊരു ചെറിയ കാര്യമല്ല. സ്വർണത്തിന്റെ വില നോക്കുമ്പോ സ്വന്തം അച്ഛൻ പോലും മക്കളെ കെട്ടിക്കാൻ മടി കാണിക്കുന്ന സമയമാണ്. ആ സമയത്ത് അന്യ പെൺകുട്ടികൾക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഈ സത്പ്രവൃത്തിക്ക് ഈശ്വരൻ ഗുണമേ തരൂ. പെൺകുട്ടികൾ പുരനിറഞ്ഞു നിൽക്കുന്നത് എന്നും ആ വീട്ടിലൊരു ശാപമാ. അത് മനസ്സിലാക്കിയിട്ടുള്ള ആളാ ഞാൻ. അതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 5 പെൺകുട്ടികൾക്കായിരുന്നു ഈ ക്ഷേത്രത്തിൽ വെച്ച് മംഗല്യഭാഗ്യം ഉണ്ടായത്. ഇത്തവണ 4 പോയി. പക്ഷേ അടുത്ത തവണ അത് 5 തന്നെ ഞങ്ങളുടെ തീരുമാനം. അത് നല്ല കാര്യം. ഈ താലികെട്ട് കഴിഞ്ഞുള്ള അവരുടെ ഭക്ഷണമല്ല എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. സത്യാമ്മ പറഞ്ഞതുപോലെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ടുണ്ട്. വേണം. സമൂഹ വിവാഹം എന്നൊരു വാക്ക് പോലും നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന 4 കല്യാണങ്ങൾ നമ്മുടെ കാരുണ്യത്തിൽ നടക്കുന്ന കല്യാണമാണെന്നുള്ള തോന്നൽ അവർക്കും ഉണ്ടാവാൻ പാടില്ല. വിവാഹം എന്നത് ഏതൊരാളുടെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ നമ്മൾ പങ്കുചേരുന്നു എന്ന് മാത്രം. എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? കടക്കാം. സത്യാമ്മ വരൂ. എന്നാ വരൂ. സത്യാമ്മ തന്നെ ഇവരെ അനുഗ്രഹിക്കണം. ദൈവസന്നിധിയിൽ മറ്റൊരു അനുഗ്രഹത്തിന്റെ ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. സത്യാമ്മ ഇവരെ അനുഗ്രഹിക്കണം. രമേട്ടാ പോവാം. മോളെ ഒന്ന് നിക്ക്. മോളെ നിക്ക്. എന്റെ അമ്മ എനിക്കിന്ന് ഓഫീസിൽ ഇരിക്കാൻ പറ്റാത്തത്രയും തിരക്കാ. അതുകൊണ്ടാ ഇന്ന് ഊണെടുക്കണ്ടെന്ന് പറഞ്ഞത്. എടി, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചാൽ ശരിയാവൂല. അതുകൊണ്ടല്ലേ ഞാൻ നിർബന്ധം പിടിക്കുന്നത്. ഈ അമ്മയുടെ ഒരു കാര്യം. രമേട്ടാ ഇതൊന്ന് കാറിലേക്ക് വെച്ചേ. ദേ മുഴുവൻ കഴിച്ചേക്കണേ. ഞാൻ ഇന്ന് ഇതും കൊണ്ട് വെറുതെ നടക്കത്തേ ഉള്ളൂ. എടി, കുറച്ച് സമയം തെറ്റിയാലും കുഴപ്പമില്ല. വിശ്വസിച്ച് കഴിക്കാമല്ലോ. എത്രയായി? 100. വാ മോളെ. എന്താ ശാന്തേച്ചി? എന്താ പറ്റിയേ? എന്താ? ഞാൻ വന്നത് ഇവളുടെ കാര്യം പറയാൻ വേണ്ടിയാ. ഇവളുടെ കല്യാണം ഇനി നടക്കില്ല. അയ്യോ, അതെങ്ങനെ? ഈ കുട്ടിയുടെ കല്യാണം ഉറപ്പിച്ച കാര്യമല്ലേ ശാന്ത എന്ന് പറഞ്ഞത്? അതെ ശാരദാമ്മേ, ഇവളുടെ കാര്യം തന്നെ അന്ന് ഞാൻ പറഞ്ഞത്. ശാരദാമ്മയ്ക്ക് അറിയാലോ, ഇവളുടെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റാ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഞങ്ങളൊക്കെ തന്നെയാ. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നടത്താനുള്ളതൊക്കെ ഒപ്പിച്ചു വെക്കുകയും ചെയ്തു. പക്ഷേ ആ ചെക്കൻ ഇവളെ ചതിച്ചു. അതെന്താ? അവൻ കല്യാണത്തിന് പിന്മാറിയോ? കല്യാണം നിശ്ചയിച്ച ദിവസം മുതൽ ഇവളെയും വിളിച്ചുകൊണ്ടുള്ള കറക്കോ? ഇഷ്ടക്കേട് തോന്നണ്ടല്ലോ എന്ന് കരുതി മുഖം കറുത്ത് ഞങ്ങളൊന്നും പറഞ്ഞതുമില്ല. പക്ഷെ അവനൊരു കുഴപ്പക്കാരനായിരുന്നു മോളെ.
ഇവളെ കൊണ്ട് നടന്ന് വലിയ മോഹങ്ങളൊക്കെ കൊടുത്ത് 1.5 പവന്റെ ഒരു കമ്മലുണ്ടായിരുന്നത് വാങ്ങിച്ചെടുത്തു. ഇപ്പൊ കേൾക്കുന്നു, ഇന്ന് നടക്കുന്ന സമൂഹ വിവാഹത്തിൽ 5 പവന്റെ സ്വർണവും 50,000 രൂപയും വാങ്ങിച്ചുകൊണ്ട് അവൻ മറ്റൊരു പെൺകുട്ടിയെ താലി കെട്ടാൻ പോകുന്നു. ആ കല്യാണം നടന്ന ഇവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുക. 5 വയസ്സുള്ളപ്പോ അച്ഛൻ ഉപേക്ഷിച്ച് പോയതാ. ഇത്രയും വളർത്തി വലുതാക്കിയത് എന്റെ ചെറിയമ്മ തന്നെയാ. ഈ കഷ്ടപ്പാട് കൊണ്ട് തന്നെയാ ചെറിയമ്മ രോഗിയായതും. ഇവളെന്തെങ്കിലും കടുകൈ കാണിച്ചാൽ എന്ത് സമാധാനം ഉണ്ടാവുക? ഇതിനെന്തെങ്കിലും പരിഹാരം മോൾ എനിക്ക് ഉണ്ടാക്കി തരണം. രാമേട്ടാ, ബോർഡ് മീറ്റിംഗിന് ഒരു അരമണിക്കൂർ ലേറ്റ് ആയി കുഴപ്പമുണ്ടോ? ഓട്ടത്തിൽ പിടിക്കാൻ പറ്റുമോ? മോൾ ഈ കാര്യം നടത്ത്. ഓട്ടത്തിൽ സമയത്തെ പിടിക്കുന്ന കാര്യം ഈ രാമേട്ടനെ ഏറ്റു. എന്നാ പിന്നെ വണ്ടി കയറി ശാന്തേച്ചി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇനി യാത്രയുള്ളൂ. കേറ്. വാ. ആ കേറ്. എന്റെ കൃഷ്ണ, 100 കൂട്ടം പ്രശ്നത്തിലൂടെ എന്റെ മോള് പൊക്കോണ്ടിരിക്കുന്നത്. ഒപ്പം വേണ്ടപ്പെട്ടവരുടെ പ്രശ്നങ്ങളും. അവൾക്ക് കരുത്ത് കൊടുക്കണേ. ഒപ്പം എന്റെ മോളെ കാത്തോളണേ. വാ മോളെ. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകണമെന്നും പവിത്രമായ ഈ ബന്ധം ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നും മനമുരുകി പ്രാർത്ഥിക്കുക. എന്നാ പിന്നെ ചടങ്ങിലേക്ക് കടക്കാം. എന്തു പറയുന്നു സത്യാമ്മേ? നമുക്കിനി ചടങ്ങിലേക്ക് കിടക്കാലോ. അങ്ങനെ ആവട്ടെ. എന്നാ പിന്നെ താലി വാങ്ങി വരന്മാരുടെ കയ്യിലേൽപ്പിക്കുന്ന ചടങ്ങാണ്. അതെല്ലാ പ്രാവശ്യത്തെയും പോലെ സത്യാമ്മ എന്നെ ഇപ്രാവശ്യവും ചെയ്യണം. ഇത് വധുവരന്മാരുടെ വീട്ടുകാരുടെ നിർബന്ധമാ. മംഗല്യത്താലി എടുത്തു കൊടുക്കുന്നതിലുണ്ട് ഒരന്തസ്. അതിവരുടെ തുടർ ജീവിതത്തിന് ഗുണകരമാവുകയുള്ളൂ. സത്യാമ്മ മുന്നിൽ നിന്ന് താലി എടുത്ത് കൊടുത്തിട്ടുള്ള ഒരു കല്യാണവും പാഴായി പോയിട്ടില്ല. അതൊരു ഐശ്വര്യം തന്നെ. ഞാനിത് ചെയ്യുന്നത് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചു തന്നെയാ. ആ ഗുണം ഇവർക്കുണ്ടാവും. എങ്കിലിത് ഐശ്വര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.